ഹായ്, ഞാൻ അനുപ്രിയ. കറൻലി ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. സോ +1 +2 എക്സാംസ് വരെയായി. ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും പഠിക്കുന്ന വേണം. നല്ലോണം റിവൈസ് ചെയ്യാനുണ്ടാവും, പഠിക്കാത്തത് പഠിക്കാനുണ്ടാവും, കുറേ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും ഡൗട്ടുകളും ഉണ്ടെന്ന് മനസ്സിലായി. കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. ഇനി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ A+ കിട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ 5 എബോ കിട്ടുമോ, അങ്ങനെ കുറേ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി. സോ ഞാൻ എന്നെ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ഞാൻ +1 +2 പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അതിൽ തന്നെ 1192 മാർക്ക് 1200 +1 512 മാർക്ക് 520, +2 ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. രണ്ടും വിത്തൗട്ട് ഗ്രേസ് മാർക്സ് ആയിരുന്നു. ഓണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നമുക്കിപ്പോൾ ഈ ഒരു മാസം ഇനി കംപ്ലീറ്റ് ഇല്ല. ആ ഒരു സമയത്ത് നമുക്ക് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് പഠിച്ചെടുക്കാം. കുറച്ച് പ്രയാസം തന്നെയായിരിക്കും. ബട്ട് നമുക്ക് ഫുൾ A+ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബൈ സ്റ്റഡിങ് ദ റൈറ്റ് തിങ്സ് ഓൺലി. നമ്മൾ വിചാരിക്കും ടോപ്പർ എല്ലാം പഠിച്ചിട്ടായിരിക്കും ഇത്രയും മാർക്ക് സ്കോർ ചെയ്യണമെന്ന്. അങ്ങനെയല്ല. അതായത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു പോവാം ഈ ഒരു ടൈമിൽ. അല്ലാണ്ട് എക്സാമിനേഷൻ ഹാളിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി വരുമെന്ന് വിചാരിക്കരുത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ കോൺഫിഡൻസ് ആൻഡ് കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. കാരണം ഇതല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പക്ഷേ ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ മോഡൽ ക്വസ്റ്റ്യൻസ്. പിന്നുള്ളത് വൃത്തിക്ക് നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, വൃത്തിക്ക് നമ്മൾ എക്സാം എഴുതി നമ്മൾ എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക പേപ്പർ എന്നുള്ളത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സോ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അന്ന് എന്തൊക്കെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ധാരണ വേണം. ഒന്നെങ്കിൽ എടുത്ത് എഴുതി വെക്കാം. സോ 2 കാര്യങ്ങളാണ് അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് സബ്ജക്ട് വൈസ് പ്രയോറിറ്റി, രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റർ വൈസ് പ്രയോറിറ്റി. സബ്ജക്ട് വൈസ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അത് ഏറ്റവും ആദ്യം തന്നെ തീർക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ടെൻഷൻ കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് പ്രയോറിറ്റി, ഹൈ ഈൽഡിങ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ചില ഭാഗങ്ങളുണ്ടായിരിക്കും, ചില ടോപ്പിക്സ്. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. കാരണം അതൊക്കെ ഷുവറാണ് അതിന് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളത്. സോ അത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ വേറെയുള്ള കാര്യങ്ങളൊക്കെ പോയി പഠിച്ചിട്ട് അപ്പോൾ നമുക്ക് എക്സാമുകൾ മിക്കവാറും വരാൻ പോലെ നമ്മൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ അത് ആലോചിച്ചുള്ള ഒരു ടെൻഷനായിരിക്കും. അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും പഠിക്കാൻ പറ്റണമെന്നില്ല. പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്താ, മിക്കവാറും ഞാൻ സ്കിപ്പ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ചോദിക്കാറൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ ഒരു ലെക്ക് പോലെ ഇരിക്കും എന്നുള്ള പോലെ. പിന്നെ കൂടെ തന്നെ ശ്രദ്ധിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം എസ്പെഷ്യലി ബയോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ ഡയഗ്രാംസ് കുറേയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക ഇപ്പം തന്നെ. എന്നിട്ട് അതും കൂടിയൊക്കെ വരയ്ക്കുക. എവിടെയൊക്കെ നമുക്ക് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ആൻസർ ഷീറ്റിൽ അവിടെയൊക്കെ നമ്മൾ വരച്ച് വയ്ക്കുക. അതിലൊക്കെ മാർക്ക് കിട്ടും. പിന്നെയെന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യുക. എഴുതുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്യുക നല്ല പോയിന്റുകളൊക്കെ. നല്ല വൃത്തിക്ക് ഹാൻഡ് റൈറ്റിംഗ്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗും സൈഡിൽ കൂടെ റെഡിയാക്കി കൊണ്ടുപോകണം. പിന്നെ ഉള്ളത് പോയിന്റ് വൈസ് ആയിട്ട് കൃത്യമായിട്ട് എഴുതുക. ഇതൊക്കെ ഇപ്പം തന്നെ എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കണം, എക്സാം ഹാളിൽ ഇരുന്ന് എഴുതിയാൽ പോരെന്ന് വിചാരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് ഓൾറെഡി പഠിച്ച് ഇത്രയും സാധനങ്ങൾ നമ്മൾ തലയിലുണ്ട്, ഇതെല്ലാം മറന്നു പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചത് തന്നെ ആയിരിക്കും ചോദിക്കുക. അങ്ങനത്തെ കുറേ പേടിയിലൂടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ സമയത്ത് നമുക്ക് ധൃതി പിടിച്ചിട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ പോയിന്റ് വൈസ് ഒക്കെ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇങ്ങോട്ട് എഴുതിയാൽ മാത്രം പോരെ. അപ്പം നമുക്ക് അത്രയ്ക്കും പണി നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആക്കി കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മാത്രം പോരാ, നമ്മുടെ കോൺഫിഡൻസ്, അത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ സ്റ്റഡി ടൈമിൽ പ്രത്യേകിച്ചും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി. ഒരു ദിവസം കുറേ പഠിച്ചു എന്ന് വെച്ചിട്ട് നാളെ ഇനി കുറച്ച് മതി എന്നുള്ള രീതിയിൽ വെക്കരുത്. കൺസിസ്റ്റൻസി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇന്ന് പഠിക്കണമെന്ന് വിചാരിച്ച സാധനങ്ങൾ ഇന്ന് തന്നെ തീർക്കാൻ നോക്കുക, നാളത്തേക്ക് വെക്കരുത്. ഈ ഒരു സമയത്തിനുള്ളിൽ തീർക്കാൻ നോക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു എയിം ഉണ്ടാവില്ല, അപ്പം അതിനുള്ളിൽ തന്നെ തീർക്കുക. പിന്നെ ചിലപ്പോൾ മിക്കവാറും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കൊക്കെ കാണുമ്പോൾ ഇത് ഞാൻ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ തോന്നി തുടങ്ങും. മിക്കവാറും തോന്നും. അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും അങ്ങനെ വരും. അത് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കുക, അതിനെപ്പറ്റി ആലോചിച്ചെടുത്തിട്ട് സമയം കളയുക, അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ വേണ്ടത്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, ഈ ഒരു സമയം ഇരുന്ന് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, അതിന് സമ്മതിക്കാത്ത. അതിനൊക്കെ നമ്മൾ കുറച്ച് കാലത്തേക്ക് വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. അതിനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഇതാക്കുക. എസ്പെഷ്യലി ഫോണൊക്കെ ആയിരിക്കും മിക്കവാറും. കുറച്ച് കാലത്തേക്ക് ഫോണൊന്നും അധികം നമ്മൾ യൂസ് ചെയ്യണില്ല, പഠിക്കുന്ന കാര്യത്തിന് മാത്രമേ യൂസ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ഇടണം. കാരണം ഇപ്പം പഠിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അങ്ങനത്തെ കാര്യമൊക്കെ നമുക്കിങ്ങനെ വരണം. അപ്പം നല്ലപോലെ ഇരുന്ന് പഠിക്കുക, അല്ലാണ്ട് ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്.
സോ ഇനി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. പഠിക്കുക, നിങ്ങളെ ഫുൾ എഫേർട്ട് ഇടാം, കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെൻഷൻ ഉണ്ടാക്കാതെ നല്ല രീതിക്ക് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.